സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 1 തിമോഥെയോസ് 6:11 നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 1 തിമോഥെയോസ് 6:11 അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തീയ ജീവിതത്തിൽ ചിലത് വിട്ടുകളയുവാനും ചിലത് പിന്തുടരുവാനും ആഹ്വാനം ചെയ്യുകയാണ്. നാം അധിവസിക്കുന്ന ഈ അന്ത്യകാലത്ത് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം തൻ്റെ ദാസന്മാർ വഴി ക്രമവും ചിട്ടയുമുള്ള ഒരു ജീവിതശൈലി അഥവാ ജീവിതക്രമം അനുശാസിച്ചിട്ടുണ്ട്. ഏതൊരു പ്രായത്തിലുമുള്ളവർക്ക് ആവശ്യമായ ക്രിസ്തീയ ജീവിതക്രമം 1 തിമോഥെയോസ് 5:1 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വായിച്ചാൽ എല്ലാ പ്രായക്കാരും, പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എല്ലാ പ്രായക്കാർക്കും ആവശ്യമായ ഉപദേശവും പ്രബോധനവും നൽകുന്നുണ്ട്. ധാർമ്മികത തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന പത്രവാർത്തകളാണ് നാം വായിക്കുന്നത്. മാത്രമല്ല, ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെയും നാം കേൾക്കുന്നതും കാണുന്നതും വളരെ ഭാരപ്പെടുത്തുന്നതാണ്, ഭീതിപ്പെടുത്തുന്നതാണ്. ചിലരെങ്കിലും മേൽപ്പറഞ്ഞ വാർത്തകൾ കണ്ടും കേട്ടും മനസ്സ് മരവിച്ച് ഇതെല്ലാം സ്വാഭാവികം, നിസ്സാരം എന്ന് തള്ളിക്കളയാറുണ്ട്. കുഞ്ഞുങ്ങൾ, യുവാക്കൾ, മുതിർന്നവർ, ഇങ്ങനെ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒരു വലിയ സമൂഹം സ്വാർത്ഥ ലാഭം മാത്രം, സ്വന്തം അഭിഷ്ടങ്ങൾ മാത്രം സാധിക്കുന്നതിന് എന്തും ചെയ്തു കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെട്ടിരിക്കുന്നു. ചിലർ മോഹന വാഗ്ദാനങ്ങൾ നൽകി അനേകരെ നശിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് വായിച്ചു കേട്ട വചനത്തിൻ്റെ പ്രസക്തി. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ചിലത് വിട്ടോടുവാൻ നിർദ്ദേശിക്കുകയാണ്. ഈ ലോകമാകുന്ന മാലിന്യ കൂമ്പാരത്തിൽ ജീവിക്കുന്ന നാം ചിലത് വിട്ടോടേണ്ടതായിട്ടുണ്ട്. പാപം വിട്ടോടണം. ശാപം വരുത്തുന്ന ക്രിയകൾ വിട്ട് ഓടണം. സാത്താന്യ ക്രിയകൾ വിട്ടോടണം. ദുഷ്പ്രവർത്തിക്കാരുടെ പ്രവൃത്തികൾ വിട്ടോടണം. ഇങ്ങനെ ദൈവഹിതത്തിന് ഒത്തവണ്ണമല്ലാത്ത എല്ലാ പ്രവൃത്തികളും വിട്ടോടണം. അതോടൊപ്പം ആത്മീയ മൂല്യങ്ങൾ, ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സത്യങ്ങൾ അത് കൈക്കൊള്ളുകയും വേണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിനാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. അല്പായുസ്സുള്ളവരായി നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നാളുകൾ തികച്ച് ദൈവസന്നിധിയിൽ ചെന്നെത്തുവാൻ ചിലത് നാം ആദ്യം വായിച്ചു കേട്ട വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വിട്ടുകളയണം, ചിലത് കൈക്കൊള്ളണം. നന്മയെ സ്വീകരിക്കാം, തിന്മയെ തള്ളാം. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരാം. ആമേൻ, ആമേൻ. സുവിശേഷ ഗീതികൾ പാടാം.
യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, സുവിശേഷ ഗീതികൾ പാടാം. യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ, സുവിശേഷ ഗീതികൾ പാടാം. യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം. നാഥൻ വിളിക്കുന്നു നമ്മെ. പരിശുദ്ധനാകുന്ന രൂഹ വന്നണഞ്ഞിടുന്ന നേരം, പരിശുദ്ധനാകുന്ന രൂഹ വന്നണഞ്ഞിടുന്ന നേരം, ശക്തി